ഡൽഹി ഹൈക്കോർട്ടിലെ ജസ്റ്റിസായ യശ്വന്ത് വർമ്മയുടെ വീട്ടിലെ നോട്ടുകെട്ടുകൾ തീകത്തിയ സംഭവം വലിയ വിവാദമായിക്കൊണ്ടിരിക്കുന്നു. അത് അവിടുത്തെ ഡൽഹി ഹൈക്കോർട്ടിലെ ചീഫ് ജസ്റ്റിസ് DK ഉപാധ്യായ അതേപ്പറ്റി ഒരു പ്രാഥമിക അന്വേഷണം നടത്തിയിട്ടുണ്ട്. അദ്ദേഹം വിവരം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ അറിയിക്കുകയും ചെയ്തു. ഈ സംഭവത്തെ സംബന്ധിച്ച് സുപ്രീം കോടതി ഇന്ത്യയിലെ 3 ഹൈക്കോടതി ജഡ്ജസിനെ അന്വേഷണ കമ്മീഷനായിട്ട് നിയോഗിച്ചു. ഇൻഹൗസ് അന്വേഷണ കമ്മീഷനായിട്ടാണ് നിയോഗിച്ചത്. അതിനകത്ത് 3 ജഡ്ജിമാരിൽ അത് ഒരാൾ നമ്മുടെ കേരളത്തിലെ ജഡ്ജായിരുന്ന അനു ശിവരാമൻ, അവരിപ്പം കർണാടകയിലാണ്. അവരെ കൂടാതെ ഹരിയാന ചീഫ് ജസ്റ്റിസ്, അദ്ദേഹവും അന്വേഷണ കമ്മീഷനിലുണ്ട്. അതുകൂടാതെ ഹിമാചൽ പ്രദേശിലെ ചീഫ് ജസ്റ്റിസ് സന്ത വാലിയ, ഇവർ 3 പേരുമാണ് ഇൻഹൗസ് ആയിട്ടുള്ള ഒരു അന്വേഷണ കമ്മീഷനിലെ അംഗങ്ങളും അവർ അന്വേഷണം നടത്തുന്നതും. പക്ഷെ പരമപ്രധാനമായ ചില കാര്യങ്ങൾ അത് വിട്ടുപോയിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൻ്റെ കാരണം, ഇതിനെ സംബന്ധിക്കുന്ന ഒരു അന്വേഷണം നടക്കുന്നതോടൊപ്പം തന്നെ ആ തുഗ്ലക് നഗർ പോലീസ് സ്റ്റേഷനിലെ ഒരു FIR എടുത്തിട്ടുണ്ട്. FIR എടുത്താൽ അന്വേഷണം പോലീസ് നടത്തിയേ പറ്റൂ. പോലീസ് നടത്തുന്നതിൻ്റെ ഉപയോഗവും ഗുണവും, ഈ കത്താത്ത നോട്ടും ഇപ്പോൾ എവിടെ, അടിയന്തരമായിട്ട് അതല്ലേ റിക്കവർ ചെയ്യേണ്ടത്. അന്വേഷണം ആ ഒരു വഴിക്ക് പോട്ടെ. പക്ഷേ തുഗ്ലക് നഗർ പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥന് അതിനകത്ത് വേറെ ആരുടെ അടുത്തും ചോദ്യം ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ഒരു FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അത് ഡൽഹി ഹൈക്കോടതി ജസ്റ്റിസിൻ്റെ വസതിയിലെ ഒരു മുറിയിൽ തീ കത്തിയപ്പം നോട്ടുകൾ അടിക്കുന്ന നോട്ടുകെട്ടുകൾ കത്തി, വളരെയധികം നോട്ടുകൾ കത്തിപ്പോയി. അതിനെ സംബന്ധിച്ച് ഫയർഫോഴ്സ് ഉടൻ തന്നെ രംഗത്ത് വന്ന് ആ തീ കെടുത്തി. അപ്പോൾ അവിടെ നോട്ടുകെട്ടുകൾ കത്തിക്കരിഞ്ഞ് കിടക്കുന്നത് കണ്ടു. ഈ നോട്ടുകെട്ടുകളെ പറ്റി ചില വാർത്തകൾ പുറത്തോട്ട് വരുന്നത്, 5 പോലീസ് ഉദ്യോഗസ്ഥരെ തുഗ്ലക് നഗർ പോലീസ് സ്റ്റേഷനിലെ അവിടെ എത്തിയിരുന്നു. അവർ 5 പേരും അതിനകത്തെ ചില നോട്ടുകളുടെ കത്തിയതിൻ്റെയും കത്താത്തതിൻ്റെയൊക്കെ ഫോട്ടോ എടുത്തിരുന്നു. 5 പേര് എത്തിയ സമയത്ത് അവിടെ ഒരു സ്ത്രീ ഇപ്പം വന്നു, ഒരു കാറിലാണ് വന്നത്. അവരുടെ ഡയറക്ഷൻ അനുസരിച്ച് അതിനകത്തെ നോട്ടുകെട്ടുകളും കത്തിക്കരിഞ്ഞ നോട്ടുകെട്ടുകളും അവിടെ നിന്ന് മാറ്റി എന്നാണ് ഇപ്പം പുറത്തു വരുന്ന വാർത്ത. ആരാണ് ആ സ്ത്രീ അവിടെ വന്നത്? അവരെ കണ്ടെത്തണം. അവർക്ക് എന്താണ് ഇതിനകത്തൊരു താല്പര്യം, അല്ലെ അവർക്ക് എന്താണ് ഇതിനകത്ത് ഉത്തരവാദിത്വം, അവർക്ക് എന്താണ് ഇതിനകത്ത് അധികാരം. പോലീസ് ഇങ്ങനെയുള്ള സംഭവം, ഇന്ത്യയിൽ എന്ത് സംഭവം ഉണ്ടായാലും ശരി, അത് ചീഫ് ജസ്റ്റിസിൻ്റെ വീട്ടിലായാലും ശരി, ജസ്റ്റിസിൻ്റെ വീട്ടിലായാലും ശരി, ആരുടെ വീട്ടിൻ്റെ അകത്തുണ്ടായാലും ശരി, അതിനെ സംബന്ധിച്ച് അവിടുത്തെ കൺസേൺഡ് പോലീസ് സ്റ്റേഷനിൽ FIR ഇട്ടേ പറ്റുള്ളൂ, കേസെടുത്തേ പറ്റുള്ളൂ. അവിടുത്തെ SHO തന്നെയാണ് അന്വേഷിക്കേണ്ടത്. പക്ഷേ ഇവിടെ അന്വേഷണം മരവിപ്പിച്ചതായിട്ടാണ് കാണുന്നത്. തുഗ്ലക് നഗർ പോലീസ് സ്റ്റേഷനിലെ 5 പോലീസുകാർ വന്ന് അവരുടെ മൊബൈലിലെടുത്ത ആ ചില ചിത്രങ്ങൾ, കെട്ടുകണക്കിന് നോട്ട് കത്തിക്കരിഞ്ഞതും കത്തിക്കരിയാത്തതും കണ്ടു. തുഗ്ലക് നഗറിലെ ആ ഏരിയയിൽ ശുചിത്വ പ്രവർത്തനം നടത്തുന്ന സ്ത്രീകൾക്ക് കത്തിക്കരിഞ്ഞ നോട്ടിൻ്റെ ചില ഭാഗങ്ങൾ ഒഴുകി വന്ന് അവർക്ക് ലഭിച്ചു. അതിപ്പോൾ വളരെ വൈറലായി. 4-5 നോട്ടിൻ്റെ കത്തിക്കരിഞ്ഞ ഭാഗങ്ങൾ റോട്ടിൽ വന്ന് കിടക്കുന്നു. അത് അവർ പോലീസിൽ ഹാജരാക്കിയെന്നാണ് മനസ്സിലാകുന്നത്. അപ്പം അവിടെ കത്തിയത് നോട്ടാണ്, അതിന് യാതൊരു സംശയമില്ല. പക്ഷേ ഈ നോട്ട് ഒരു സ്ത്രീയുടെ ഡയറക്ഷൻ അനുസരിച്ച് 3 പോലീസ് ഉദ്യോഗസ്ഥർ എങ്ങോട്ടോ മാറ്റി. അതാണ് അടിയന്തരമായിട്ട് കസ്റ്റഡിയിൽ എടുക്കേണ്ടത്. എങ്കിൽ മാത്രമേ എവിഡൻസ് ആവുകയുള്ളൂ. ഈ മുറി താൻ താമസിക്കുന്ന വീടിൻ്റെ ഭാഗമല്ല എന്ന് ആ ജഡ്ജ് മൊഴി കൊടുത്തു കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ പ്രസ്താവന അങ്ങനെയാണ്. തനിക്ക് തൻ്റെ വീടിനോട് ചേർന്ന് താൻ ഉപയോഗിക്കാത്തൊരു മുറിയാണ്, അതിനകത്ത് ജങ്ക് സാധനങ്ങളാണ് കൂടുതലും കിടന്നത്,
തനിക്ക് അതിനകത്ത് ഉത്തരവാദിത്തമില്ല എന്ന് ആമുഖമായി അദ്ദേഹം ഒരു ഡിഫൻസിലേക്ക് വന്നിരിക്കുന്നു. ഇപ്പം 3 പോലീസ് ഉദ്യോഗസ്ഥരും ആ സ്ത്രീയും കൂടെ ചേർന്ന് അത് അവിടെ നിന്ന് മാറ്റിയിരിക്കുക. എങ്ങോട്ട് മാറ്റി, എവിടെ കൊണ്ട് വച്ചിരിക്കുന്നു, അത് കത്തിച്ച് കളഞ്ഞോ, ഇങ്ങനെയൊക്കെയുള്ള സംശയങ്ങൾ സ്വാഭാവികമായിട്ടും ഉയരും. അത് പ്രിവെൻറ്റ് ചെയ്യാനാണ് പോലീസ് ഇമ്മീഡിയറ്റ് ആയിട്ട് വന്ന് കസ്റ്റഡിയിൽ എടുക്കേണ്ടത്. പക്ഷേ പോലീസ്, തുഗ്ലക്ക് നഗർ പോലീസ് ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല എന്നാണ് മനസ്സിലാകുന്നത്. പക്ഷേ ഇൻഹൗസ് ഇൻവെസ്റ്റിഗേഷൻ അത് 2 ചീഫ് ജസ്റ്റിസുമാരും ഒരു ജസ്റ്റിസും കർണാടകയിൽ, അവർ ഹരിയാന അവരെ ഗസ്റ്റ് ഹൗസിൽ പലരെയും മൊഴി രേഖപ്പെടുത്തി കഴിഞ്ഞു. ആ മൊഴിയിൽ അവിടുത്തെ ഫയർഫോഴ്സിൻ്റെ മേധാവി നേരത്തെ പറഞ്ഞു അവിടെ നോട്ട് കത്തി ഇത് കണ്ടു എന്ന്. പിന്നീട് അദ്ദേഹം തിരുത്തി താൻ കണ്ടില്ല എന്നായി. പക്ഷെ ഇപ്പം അദ്ദേഹത്തിൻ്റെ മൊഴി രേഖപ്പെടുത്തിയപ്പോൾ അവിടെ താൻ പോയിരുന്നുവെന്നും നോട്ട് കത്തിക്കിടക്കുന്നത് കണ്ടില്ല എന്ന് പത്രക്കാരോട് പറഞ്ഞിട്ടില്ല എന്നുമാണ് ഇപ്പോഴത്തെ മോദി. ഏതായാലും ഈ നോട്ട് കെട്ടുകളും കത്തിയത് എങ്ങോട്ട് പോയി എന്നുള്ളതാണ് ഏറ്റവും പ്രസക്തമായ ചോദ്യം. അത് 3 പോലീസ് ഉദ്യോഗസ്ഥരും ആ സ്ത്രീയും കൂടെ ചേർന്ന് മാറ്റിയതായിട്ടാണ് വരുന്നത്. ആ സ്ത്രീക്കും 3 പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരായിട്ടാണ് ഇപ്പോൾ അന്വേഷണം ശക്തമായിട്ട് പോകുന്നത്. കാരണം തൊണ്ടി കിട്ടണമല്ലോ, ആ സാധനം എങ്ങോട്ട് പോയി. പക്ഷേ ജസ്റ്റിസ് ശർമ്മ ഇപ്പം ചില കൗണ്ടറുകൾ ഇതിനെപ്പറ്റി പറയുന്നു. തൻ്റെ വീടിൻ്റെ ഭാഗമല്ല ആ ഒരു മുറി, ഹരിയാനയിലെ CPW സെൻട്രൽ PWDക്കാരും ഉപയോഗിക്കുന്ന ഒരു മുറിയാണ്. അവരാണ് ഇതിനോട് ചേർന്നുള്ള കെട്ടിടങ്ങളും മുറികളും. അതുപോലെ തന്നെ ആ CPW അല്ലാതെ അവിടുത്തെ CRP പോലീസിൻ്റെ ഒരു വിങ് അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഈ 2ആണ് അദ്ദേഹത്തിൻ്റെ ഒരു ഡിഫൻസ്. കാരണം ഇത് തൻ്റെ വീടിൻ്റെ ഭാഗമല്ല എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. എന്തായാലും ജസ്റ്റിസ് വർമ്മയുടെ മുറിയുടെ ഭാഗമല്ല നോട്ട് കത്തിയ സ്ഥലം, അല്ലെ തനിക്ക് ലഭിച്ചിരിക്കുന്ന മുറിയുടെ ഭാഗമല്ല നോട്ട് കത്തിയ സ്ഥലമെന്ന് അദ്ദേഹം ഇപ്പോഴേ ഡിഫൻസ് പ്രകടിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം മറ്റൊരു കാര്യം പറയണത്, താൻ അവിടെ ചെന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ അവിടെ കത്തിയ നോട്ടുമില്ല, കത്താത്ത നോട്ടുമില്ല. കത്തിയത് എന്തോ കത്തിയതിൻ്റെ ചാരം മാത്രം അവിടെ കിടന്നു. എന്തുകൊണ്ട് ഈ ഇവിടെ നോട്ട് കെട്ടുകൾ കത്തിയെന്ന് എൻ്റെ വീട്ടിലെ സെക്യൂരിറ്റിക്കാരെടുത്തോ എൻ്റെ വീട്ടിലെ കുടുംബത്തിലെ ചില അംഗങ്ങൾ അവിടെയുണ്ട്, അവരോടും പറഞ്ഞില്ല എന്നാണ്. എന്നാലും നോട്ട് കത്തിയ വിവരം ഏകദേശം 17 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് അവിടുത്തെ കമ്മീഷണർ, അവിടുത്തെ ചീഫ് ജസ്റ്റിസ്, ഡൽഹി ചീഫ് ജസ്റ്റിസ് DK ഉപാധ്യായെ അറിയിക്കുന്നത് തന്നെ. അവിടെ ഒരു ഡിലേ വന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അത്രയും താമസിച്ചത്? ഏതായാലും കത്തിയ നോട്ടുകൾ എത്രയും പെട്ടെന്ന് കസ്റ്റഡി എടുക്കേണ്ട ഒരു ഉത്തരവാദിത്തം തുഗ്ലക്ക് നഗർ പോലീസ് സ്റ്റേഷനിൽ അവർക്കുണ്ട്. അത് ഇനിയെങ്കിലും എടുത്തില്ലെങ്കിൽ സുപ്രീം കോടതി ഇൻ്റർഫിയർ ചെയ്തെങ്കിലും ഒരു ഇൻഹൗസ് എൻക്വയറി മാത്രമേ നടത്തുന്നുള്ളൂ. ഒരു ഇൻവെസ്റ്റിഗേഷൻ സുപ്രീം കോടതി നടത്തുന്നില്ല. സുപ്രീം കോടതി നിയോഗിച്ച ആ ജഡ്ജസ് ആരും ഇൻവെസ്റ്റിഗേഷൻ അല്ല നടത്തുന്നത്. ആ ഇൻവെസ്റ്റിഗേഷന് തടസ്സമില്ലെന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. അത് തുഗ്ലക്ക് നഗർ പോലീസ് സ്റ്റേഷനിലെ SHO ചെയ്യേണ്ട ഉത്തരവാദിത്തമാണ്. അടിയന്തരമായിട്ട് ഈ നോട്ടുകെട്ടുകളും കത്തിയ നോട്ടുകളും കസ്റ്റഡി എടുക്കുക എന്നുള്ളതാണ്. ആ സ്ത്രീയെയും ആ പോലീസ് ഉദ്യോഗസ്ഥരെയും ചോദ്യം ചെയ്താൽ എങ്ങോട്ടാണ് മാറ്റിയെന്നും ആരുടെ ഡയറക്ഷൻ അനുസരിച്ചാണ് മാറ്റിയെന്നുള്ള വിവരങ്ങൾ സുപ്രീം കോടതിയിലെ ഒരു അന്വേഷണം നടക്കുന്നതുകൊണ്ട് പോലീസിൻ്റെ അന്വേഷണത്തിൽ തടസ്സമില്ല. കാരണം CRPC 154 പ്രകാരം അല്ലെങ്കിൽ BNS പ്രകാരം ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരവാദിത്തം അവിടുത്തെ SHOയ്ക്കാണ്. അദ്ദേഹമാണ് കേസെടുക്കേണ്ടത്. അത് സുപ്രീം കോടതി ഇതേപ്പറ്റി ഒരു എൻക്വയറി നടത്തുന്നതുകൊണ്ട് അത് അന്വേഷണത്തിൻ്റെ ഭാഗമല്ല. അവർക്ക് ആരും ഇത് റിക്കവർ ചെയ്യാൻ പോകുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ അദ്ദേഹത്തിനെ കണ്ടിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ ഈ 3 എൻക്വയറി നടത്തുന്ന 3 ജഡ്ജസിനെ കണ്ടിട്ട് അടിയന്തരമായിട്ട് ഈ പ്രോപ്പർട്ടി, ഈ അവിടെ നിന്ന് മാറ്റിയ പ്രോപ്പർട്ടി, കത്തിയതും കത്താത്തതും നോട്ടുകളും അവിടുന്ന് എന്തൊക്കെ സാധനങ്ങൾ മാറ്റിയിട്ടുണ്ടോ അത് അടിയന്തരമായി കസ്റ്റഡി എടുക്കുക എന്നുള്ളതാണ് ആ പോലീസ് ഉദ്യോഗസ്ഥരുടെ ചുമതല. അത് ചെയ്യാതെ പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഇനി ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം വലിയ വീഴ്ചയായിട്ട് മാത്രമേ കണക്കാക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ആ ജഡ്ജിൻ്റെ അല്ലെങ്കിൽ ശർമ്മയുടെ ഡിഫൻസ് ഒന്നും പരിഗണിക്കേണ്ട ആവശ്യമില്ല. അദ്ദേഹം ഇപ്പം പ്രതിസ്ഥാനത്തോട്ട് നിൽക്കുകയാണ്. കാരണം അദ്ദേഹത്തിന് ഇതിനകത്ത് ഇൻവോൾവ് ഇല്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്.
തനിക്ക് ഇതുമായിട്ട് ബന്ധമില്ല എന്നും പറയുന്നുണ്ട്. ആയിക്കോട്ടെ, അതിന് കുഴപ്പമില്ല. പക്ഷേ ആർക്കാണ് ഇതുമായിട്ട് ബന്ധം? ആരുടെ ഡയറക്ഷൻ അനുസരിച്ചാണ് അവിടുത്തെ കത്തിയ നോട്ടും കത്താത്ത നോട്ടും മാറ്റിയത്? അത് എവിടെ വച്ചിരിക്കുന്നു? അത് നിയമവിരുദ്ധമായ ഒരു അന്വേഷണം നടക്കേണ്ട കാര്യത്തിനകത്ത് എവിഡൻസ് നശിപ്പിക്കാനായിട്ട് ആ സ്ത്രീയും 3 പോലീസുകാരും ശ്രമിച്ചു. 2 പോലീസ് ഉദ്യോഗസ്ഥർ തുഗ്ലക് നഗർ സീനിയർ പോലീസ് ഉദ്യോഗസ്ഥരും ഒരാൾ ജൂനിയർ പോലീസ് ഉദ്യോഗസ്ഥരുമാണ് എന്നാണ് വാർത്തകൾ വരുന്നത്. എന്തായാലും ഈ ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന അദ്ദേഹം അതിനെ സംബന്ധിച്ച് ഒരു അന്വേഷണം നടത്താനും, ഒരു ഇൻഹൗസ് അന്വേഷണം നടത്താനും, ഈ വർമ്മയെ അവിടുന്ന് ട്രാൻസ്ഫർ ചെയ്യാൻ ഉത്തരവിട്ടു. അത് അലഹബാദ്, അതായത് എവിടുന്നാണ് വന്നത് ആ കോടതിയിലിട്ട് തന്നെ. അതിന് അവിടെയുള്ള അഡ്വക്കേറ്റ്സുമാരും ഡൽഹിയിലുള്ള അഡ്വക്കേറ്റ്സ് ഇതിനോടൊക്കെ എതിർപ്പ് പ്രകടിപ്പിച്ചു. ഇങ്ങനെ ഉള്ള ഒരു ബ്ലാക്ക് മാർക്ക് വന്ന സംശയിക്കുന്ന ഒരു ജഡ്ജിയെ ആ അലഹബാദിലോട്ട് അങ്ങോട്ടല്ല അയക്കേണ്ടതെന്നും ഇപ്പോൾ അത് തിരുത്തിയതായിട്ടും വാർത്ത വരുന്നുണ്ട്. അത് ബംഗാളിലേക്ക് അദ്ദേഹത്തിനെ ബംഗാൾ ഹൈക്കോടതിയിലേക്ക് മാറ്റിയതായിട്ടും ഉത്തരവ് വന്നതായിട്ടൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഈ ഒരു സംഭവം ഇന്ത്യയുടെ ജുഡീഷ്യറിയുടെ ഇമേജ് കളയുന്ന സംഭവമാണ്. അതുകൊണ്ട് അത് കൃത്യമായി അതിലേക്ക് ചീഫ് ജസ്റ്റിസ് ഇടപെട്ടിട്ടുണ്ട്. കാരണം ഏറ്റവും സീനിയറായ 3 ജഡ്ജസിനെ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അവരുടെ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. അവർ ഈ 3 പോലീസ് ഉദ്യോഗസ്ഥന്മാരും അവരെ ചോദ്യം ചെയ്ത് കഴിഞ്ഞു. എന്തായാലും അവർക്ക് ആരാണ് ആ സ്ത്രീ അവിടെ വന്നു ചേർന്നത്, ആരുടെ ഡയറക്ഷൻ അനുസരിച്ചാണ് അവർ വന്ന് ഇത് മാറ്റിയത് എന്നുള്ള വിവരങ്ങളൊക്കെ ഇനി പുറത്തേക്ക് വരാൻ കിടക്കുന്നു. ഏതായാലും പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ജഡ്ജ് പറയുന്ന മൊഴിയിൽ കഴമ്പില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ ഡിഫൻസ്, അദ്ദേഹം അവിടെ താമസിച്ചപ്പോൾ ഇത് അവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്തുകൊണ്ടത് അറിയിച്ചില്ല പോലീസിൽ, എന്തുകൊണ്ടത് തൻ്റെ സീനിയറായ ജഡ്ജസിനെ അറിയിച്ചില്ല? അതൊക്കെ അദ്ദേഹം ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്തമുള്ള ഒരു റെസ്പോൺസിബിലിറ്റി ഫീൽ ചെയ്യുന്ന ഒരു ജഡ്ജിന്, ഇന്നസെൻ്റായ ഒരു ജഡ്ജി ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഏതായാലും കത്തിക്കരിഞ്ഞത് എന്നതിൻ്റെ ദൃശ്യങ്ങൾ അത് വേൾഡ് മുഴുവൻ പരന്നു കഴിഞ്ഞിരിക്കുന്നു. അത് ആ കെട്ടുകണക്കിന് ചാക്ക് കത്തുന്നതും അതുപോലെ കത്തിക്കൊണ്ടിരിക്കുന്നതും അതുപോലെ ചാരമായതും എല്ലാം ഫയർഫോഴ്സ് വന്ന് തീ കെടുത്തിയതും എല്ലാം ദൃശ്യത്തിലോട്ട് വന്നു കഴിഞ്ഞു. അതെല്ലാം ചീഫ് ജസ്റ്റിസ് പ്രിസർവ് ചെയ്തു. ഓൺലൈനിൽ അത് പല കാര്യങ്ങളും വെളിയിലേക്ക് വന്നു കഴിഞ്ഞു. എന്തുകൊണ്ടാണ് ജഡ്ജി ഈ അനധികൃത നോട്ട് കെട്ടുകളുടെ വിവരങ്ങൾ നേരത്തെ പോലീസിലോ അല്ലെങ്കിൽ തൻ്റെ മേലധികാരിയെ അറിയിച്ചില്ല? അതും ആരെ ആയിക്കോട്ടെ. പക്ഷേ ഇത് കൗണ്ടർ ഫീറ്റ് ആണോ? അങ്ങനെയും സംശയിക്കേണ്ടിയിരിക്കുന്നു. നല്ല നോട്ടാണോ കത്തിയത്? അതിലൊക്കെ പരിശോധന നടക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് ഈ ഒരു സംഭവം ജുഡീഷ്യറിയുടെ ഇമേജ് ഇപ്പം അല്പം മോശമായിട്ട് പലർക്കും തോന്നി തുടങ്ങിയിട്ടുണ്ട്. അത് മാറ്റിയെടുക്കേണ്ട ഉത്തരവാദിത്വം ചീഫ് ജസ്റ്റിസിന്, ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസിനും മറ്റ് ജഡ്ജസും ഈ ഇൻഹൗസ് കമ്മിറ്റിക്കാർക്കും ഉണ്ട്. പോലീസ് അവസരോചിതമായി ഈ കേസിനകത്ത് സന്ദർഭോചിതമായി ഇടപെട്ടില്ല. അതിനകത്ത് എന്തോ ഒരു കള്ളക്കളി നടന്നു എന്നുള്ള വാർത്തകളും പുറത്തേക്ക് വരുന്നു. പക്ഷേ ഇനിയെങ്കിലും ആ നോട്ട് എത്രയും പെട്ടെന്ന് കത്തിക്കരിയാത്തതും കസ്റ്റഡിയിൽ എടുക്കേണ്ട ഉത്തരവാദിത്തം തുഗ്ലക് നഗർ പോലീസ് ഉദ്യോഗസ്ഥർക്കുണ്ട്. അവർ തീർച്ചയായിട്ടും ആ നടപടിയിലോട്ട് ലേറ്റ് ആയാലും ശരി, ലേറ്റ് ഇല്ല, ഇപ്പോൾ കുറച്ച് 14-ാം തീയതി ഉണ്ടായ സംഭവം ആണെങ്കിലും ഏകദേശം 10-15 ദിവസത്തെ ഗ്യാപ്പ് വന്നിട്ടുണ്ടെങ്കിലും ഇനിയെങ്കിലും കൃത്യമായി ആ നോട്ടുകൾ കത്തിക്കരിഞ്ഞതും കത്തിക്കരിയാത്തതും കസ്റ്റഡിയിൽ എടുക്കുക എന്നുള്ളതാണ് അവരുടെ ധർമ്മം.